അവസാനം ക്ഷീണമായി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ എന്ത് ചെയ്തു? ദാഹിച്ചിട്ട് വയ്യ, ക്ഷീണം തീർക്കാൻ ഏറ്റവും നല്ലത് ജലം, ദാഹജലം എന്നാ പറയാം. നമ്മൾ വെയിലത്ത് കയറി വന്ന ചോറുണ്ടോളൂ പറഞ്ഞാൽ പറയാം ആദ്യം ഒരു ഗ്ലാസ് സംഭാരം വെള്ളം ഇങ്ങോട്ട് തരൂ എന്നുള്ളത്. അപ്പോൾ ആ ജലത്തിൻ്റെ പുണ്യം അത് ഭാഗവത മഹാപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ നല്ല ചൈതന്യം ഉള്ള 2 ഭഗവതിമാരാ സ്ത്രീ രൂപത്തിൽ വന്നിരിക്കുന്നത്. ആ ചൈതന്യം കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത്രേ വെള്ളം വേണ്ട, പാലെന്നെ കൊടുക്കാം എന്ന് പറയും. ഇവിടെ നമ്മൾ വെളിച്ചപ്പാടിനെ കണ്ടു. ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും വെളിച്ചപ്പാടായി നിലകൊള്ളുന്ന മലയഞ്ചാത്ത് എന്ന് പറയുന്ന വീട്ടിലാണ് അവർ ചെന്ന് കയറിയത്. അവരെന്ത് ചെയ്തു? പാല് കൊടുത്തപ്പോൾ അനുജത്തി കുടിച്ചില്ല, ഈ ജ്യേഷ്ഠത്തി വാങ്ങി അത് കുടിച്ചു. അനുജത്തി വേഗം വന്ന് ഇവിടെ, അന്ന് കാടായിരുന്നു, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ അറിയാം ഭൈരവൻകോട്ടയുടെ താഴേക്ക് ഭയങ്കര കാടാ, അവിടെ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ അന്നൊക്കെ ഈ ജാതി പ്രശ്നം വളരെയധികം ഉള്ള കാലഘട്ടം. അപ്പോൾ